ഇനി കന്യാകുമാരിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്, അവിടെ വിശേഷമുണ്ട്. വിവേകാനന്ദ കേന്ദ്രത്തിൽ ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ 1040 ധീര ദേശാഭിമാനികളുടെ പേരുകൾ ആലേഖനം ചെയ്ത ട്രിബ്യൂട്ട് വാൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതാണ് ട്രിബ്യൂട്ട് വാളും ഭാരത് മാതാവിൻ്റെ പ്രതിമയും സമർപ്പിക്കുക. വിവരങ്ങളുമായി പ്രജിത്ത് ഉണ്ട് അവിടെ നിന്ന്. പ്രജിത്ത്, അവിടെ ചടങ്ങ് വളരെ വിപുലമായ ചടങ്ങാണ്. പ്രധാനമന്ത്രി വന്നു പോയതേ ഉള്ളൂ. അതെ, അവിടെ എല്ലാ വാർത്താ കേന്ദ്രങ്ങളും അവിടേക്ക് ശ്രദ്ധ വെച്ചതാണ്. ഇപ്പോൾ വീണ്ടും മോഹൻ ഭാഗവത് വരുന്നു. അവിടെ നിന്ന് വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രജിത്ത? ലക്ഷ്മി കൃഷ്ണ, ഗുഡ് മോർണിംഗ്. എന്തായാലും കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഈ തെക്കൻ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുമൊക്കെ അല്ലെങ്കിൽ ഈ ആ ഒരു മേഖല മുഴുവൻ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രമുണ്ടെന്ന മേഖലയാണ്. അതോടൊപ്പം തന്നെയാണ് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ കൊടുത്തവരെയും അതോടൊപ്പം തന്നെ അതിനൊപ്പം പോരാടിയവരെയും ചേർത്തുകൊണ്ട് നിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയൊരു ട്രിബ്യൂട്ട് വാൾ അത് രാജ്യത്തിന് സമർപ്പിക്കുന്നത്. RSSന്റെ സർസംഘചാലകായ പരംപൂജനീയ ഡോക്ടർ മോഹൻ ഭാഗവതാണ് ഈ ട്രിബ്യൂട്ട് വാളും അതോടൊപ്പം തന്നെയുള്ള ഭാരത് മാതാ പ്രതിമയും രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് വിവേകാനന്ദ കേന്ദ്രത്തിലെ ഒരു ബീച്ചിലാണ്. ബീച്ചിൽ നിന്ന് നമുക്ക് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയും തിരുവള്ളൂരുടെ പ്രതിമയൊക്കെ ഇങ്ങനെ കൃത്യമായി കാണാൻ കഴിയും. എന്തായാലും ഈ ഒരു വിവേകാനന്ദ കേന്ദ്രത്തിന് പോലും ഒരു പോരാട്ടത്തിൻ്റെയൊക്കെ ഒരു ചരിത്രമുണ്ട്. വിവേകാനന്ദ പാറയിൽ അവിടെ വിവേകാനന്ദൻ്റെ സ്മാരകം സൃഷ്ടിച്ചതിന് പോലും അത്തരം ചില സമരങ്ങളുടെയൊക്കെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലൊക്കെ ഊന്നി നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത 1040ഓളം വരുന്ന ധീരദേശാഭിമാനി, ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജീവൻ കൊടുത്തവരും അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുമായ നിരവധി ആളുകളുടെ ഏതാണ്ട് 1040 പേരുടെ പേരുകൾ ആലേഖനം ചെയ്ത അവരുടെ ചരിത്രമുറങ്ങുന്ന ഒരു ട്രിബ്യൂട്ട് വാളാണ് ഇപ്പോൾ ഇവിടെ വിവേകാനന്ദ കേന്ദ്രത്തിൽ രാഷ്ട്രത്തിനായി സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും വൈകുന്നേരത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പരമപൂജനീയ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതാണ് ഈ ട്രിബ്യൂട്ട് വാൾ അതിനോടൊപ്പം തന്നെ ഭാരത് മാതാ പ്രതിമയും രാഷ്ട്രത്തിന് സമർപ്പിക്കുക. വൈകുന്നേരമാകും ചടങ്ങുകൾ. ഇപ്പോൾ എന്തായാലും വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങളുടെയൊക്കെ കുറച്ച് ദൃശ്യങ്ങൾ രാവിലെ പ്രൊഡക്ഷനിൽ കൊടുത്തിരുന്നു. അവരപ്പോൾ അത് കാണിക്കുന്നുണ്ടാകുന്നതാണ് ഞാൻ കരുതുന്നത്. എന്തായാലും വൈകുന്നേരത്തോടെയാണ് ഈ പരിപാടികൾ നടക്കുക.